നമ്മൾ മലയാളികളിൽ മിക്കവരുടെയും IPLലെ ഇഷ്ട ടീമോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ ടീമോ രാജസ്ഥാൻ റോയൽസ് ആയിരിക്കും. അതിനൊറ്റ കാരണമേ ഉള്ളൂ, സഞ്ജു വിശ്വനാഥ് സാംസൺ. ചെന്നൈക്ക് ധോണിയും മുംബൈക്ക് രോഹിത്തും ബംഗളൂരുവിന് വിരാട് കോഹ്ലിയും പോലെയാണ് രാജസ്ഥാൻ റോയൽസിന് സഞ്ജു സാംസൺ. RRന്റെ ബ്രാൻഡ് വാല്യൂ ഉയർത്തുന്നതിൽ സഞ്ജുവിനുള്ള പങ്ക് ചെറുതൊന്നുമല്ല. രാജസ്ഥാൻ്റെ നായകസ്ഥാനത്ത് മലയാളി താരത്തിനത് 5ാം സീസണാണ്. 2022 ടീമിനെ ഫൈനലിലെത്തിച്ച സഞ്ജു കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തേക്ക് നയിച്ചു. ഇത്തവണത്തെ സ്ക്വാഡിലേക്ക് വന്നാൽ ജോസ് ബട്ട്ലർ ഇല്ലാത്ത രാജസ്ഥാൻ റോയൽസിൻ്റെ അവസ്ഥ എന്താകും? സീസണിന് മുന്നോടിയായി ഏറ്റവും ഉയർന്നു കേൾക്കുന്ന ചോദ്യം. 2018 മുതൽ ടീമിനെ പലകുറി ഒറ്റയ്ക്ക് ചുമലിലേറ്റിയ ബട്ട്ലറുടെ അഭാവം നികത്താൻ സഞ്ജുവിന് നായകൻ എന്ന നിലയിലും കളിക്കാരൻ എന്ന നിലയിലും വലിയ വെല്ലുവിളി ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ ടീമിലെ പാത പിന്തുടർന്ന സഞ്ജു രാജസ്ഥാൻ്റെയും ഓപ്പണറാകും. എന്നാൽ കൈവിരലിനേറ്റ പരിക്കിൽ നിന്ന് മോചിതനായി വരുന്ന സഞ്ജുവിന് പീക്ക് പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുമോ എന്ന് കണ്ടറിയണം. ഓപ്പണിങ്ങിൽ സഞ്ജുവിൻ്റെ കൂട്ട് ആദ്യ പന്ത് മുതൽ തകർത്തടിക്കുന്ന യശസ്വി ജയ്സ്വാളാണ്. ഇന്ത്യൻ ടീമിലെ ഓപ്പണർ റോളിലേക്കുള്ള മത്സരത്തിൽ സഞ്ജുവിനും ജയ്സ്വാളിനും ഒരുപോലെ നിർണായകമാണ് ഈ IPL. സഞ്ജുവിന് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ വൈഭവ് സൂര്യവംശി എന്ന അദ്ഭുത ബാലന് അവസരം കിട്ടിയേക്കും. വെറും 13 വയസ്സ് മാത്രമുള്ള വൈഭവ് ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. സഞ്ജു ഓപ്പണിങ്ങിലേക്ക് മാറുമ്പോൾ നിർണായകമായ 1 ഡൗൺ സ്ഥാനത്തിൽ വിശ്വാസമർപ്പിക്കുന്നത് നിതീഷ് റാണയിലാണ്. എന്നാൽ കഴിഞ്ഞ IPLൽ കൊൽക്കത്തയ്ക്കായി 2 മത്സരങ്ങളിൽ മാത്രം കളിച്ച ഇക്കഴിഞ്ഞ ആഭ്യന്തര സീസണിലും മികച്ച നമ്പേഴ്സ് ഇല്ലാത്ത നിതീഷിനെ നമ്പാമോ എന്നതാണ് ചോദ്യം. 4ാം നമ്പറിൽ റിയാൻ പരാഗാണ്. തുടരെ പരാജയപ്പെട്ടിട്ടും വിശ്വാസം കൈവിടാതിരുന്ന ടീമിനോട് കഴിഞ്ഞ തവണ 573 റൺസോടെയാണ് പരാഗ് നന്ദി അറിയിച്ചത്. സഞ്ജുവിന് പൂർണ്ണ ഫിറ്റ്നസ് ഇല്ലാത്തതിനാൽ ആദ്യ 3 മത്സരങ്ങളിൽ നയിക്കാൻ ടീം നിയോഗിക്കുന്നതും പരാഗിനെയാണ്. ഫിനിഷേഴ്സിൻ്റെ റോളിൽ ഷിംറോൺ ഹെറ്റ്മെയറും ധ്രുവ് ജൂറലുമുണ്ട്. എന്നാൽ ഇവരുടെയും സമീപകാല ഫോം അത്ര നല്ലതല്ല. അത്ഭുതങ്ങൾ കാണിക്കാൻ പോകുന്ന ബാറ്റിംഗ് നിരയുണ്ട് രാജസ്ഥാന്. എന്നാൽ ആ ലക്ഷറി ബൗളിംഗ് നിരയിലില്ല. ട്രെന്റ് ബോൾട്ട്, അശ്വിൻ, യുസ്വേന്ദ്ര ചഹൽ എന്നിവരെ കൈവിട്ട RR സന്ദീപ് ശർമ്മയെ നിലനിർത്തിയതിനൊപ്പം പഴയ ഹീറോ ജോഫ്ര ആർച്ചറെ തിരിച്ചു കൊണ്ടുവന്നു. പേസും ബൗൺസും കൊണ്ട് എതിരാളികളെ വിറപ്പിക്കുന്ന ആ പഴയ ആർച്ചറെ പരുക്കുകാലത്തിന് ശേഷം നഷ്ടമായി എന്നതാണ് വസ്തുത. ആകാശ് മദ്വാൽ, ഫസൽ ഫാറൂഖി, ക്വാന മഫാക്ക എന്നിവരാണ് പേസ് നിരയിലെ മറ്റായുധങ്ങൾ. സ്പിൻ നിരയിലേക്ക് സിംഹളീസ് വീര്യം നിറച്ച വനിന്ദോ ഹസരംഗയും മഹേഷ് തീക്ഷ്ണയും എത്തും. മികച്ച ഓൾറൗണ്ടർമാരില്ലാത്തതാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. ഹസരംഗയെയും നിതീഷ് റാണയെയും ആർച്ചറെയും യുദ്ധ്വീർ സിംഗിനെയുമെല്ലാം ഓൾറൗണ്ടർമാരുടെ പട്ടികയിൽ പെടുത്തുന്നുണ്ടെങ്കിലും ഒരു യഥാർത്ഥ ഓൾറൗണ്ടറുടെ ഗുണം ഇവരെ കൊണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ലെന്നതാണ് ചരിത്രം. വലിയ പേരുകളൊന്നുമില്ലാതെ വന്ന പ്രഥമ IPLൽ കപ്പടിച്ച ചരിത്രം കുറിച്ചവരാണ് രാജസ്ഥാൻ റോയൽസ്. അങ്ങനെ ഒരു അദ്ഭുത കുതിപ്പിലൂടെ ടീമിന് 2ാം കിരീടം നേടിത്തരാൻ സഞ്ജുവിനാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ.